നമുക്ക് ഒരു ആമക്കുട്ടനെ വരയ്ക്കാം. ആമക്കുട്ടനെ വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു ഓവൽ ഷേപ്പ് വരച്ചു കൊടുക്കണം. ഒരു ഓവൽ ഷേപ്പ് വരച്ചു. പിന്നെ അതിനേക്കിനും കുറച്ചും കൂടി വലുപ്പമുള്ള വേറൊരു ഓവൽ ഷേപ്പും കൂടി നമുക്ക് വരച്ചു കൊടുക്കുക. ഉണ്ടോ? ഇത്രയും കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു ഓവൽ ഷേപ്പ് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇവിടുന്നുണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങനെ ഒരു സി പോലെ ഇങ്ങനെ എഴുതി കൊടുക്കണം. അങ്ങനെ സി, പിന്നെ അത് ഇങ്ങനെ കണ്ണാടി നോക്കുന്ന പോലത്തെ ഒരു ഷേപ്പ് ഇവിടെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് പിന്നെ മായ്ച്ച് കളയാം. നമുക്കിവിടെ ആവശ്യമില്ല. അത് നമുക്ക് ഇങ്ങനെ മായ്ച്ച് കൊടുക്കാം. ഇങ്ങനൊരു ഷേപ്പ് കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഓവൽ ഷേപ്പാണ്. ആദ്യം ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സൈഡ് കുനുകുനാന്നിട്ട് കൊടുക്കുക. കുനുകുനാന്നിങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ കണ്ട ഇങ്ങനെ സി പോലെ ഇവിടെ വരച്ചു, ഇവിടെയും വരച്ചു. ഇനി ബ്രാക്കറ്റ് ഉണ്ടല്ലോ, വലിയ ബ്രാക്കറ്റിൻ്റെ ഷേപ്പ്, ഓപ്പണായിട്ട് ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രാക്കറ്റ്. ഇവിടെ ഒരു ബ്രാക്കറ്റ്, ഇവിടെ ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രാക്കറ്റ് വരച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്തു, രണ്ട് സൈഡും കൂടെ. കണ്ട നമ്മുടെ മുയൽക്കുട്ടനുടെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് വരച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ രോമത്തിൻ്റെ പോലെ ഡിസൈൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പെൻസിൽ ഇങ്ങനെ കുനുകുനാന്ന് വെച്ചാൽ കിട്ടും. അപ്പം നമുക്കൊരു മുയലച്ചൻ്റെ ഷേപ്പ് കിട്ടും. എന്നിട്ട് ഇവിടെ ഒരു 2-3 വര. കണ്ട? അപ്പോൾ ഇനി നമുക്ക് കളറും കൂടെ ചെയ്തെടുത്താൽ അടിപൊളി മുയലായി.